കൈതത്തിൽ ശ്രീ ഖണ്ഡകർണ ശിവമഹാക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനും സർവൈശ്വര്യ പൂജയ്ക്കും ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. യജ്ഞാചാര്യൻ ഭക്തശ്രീ വളമംഗലം സുധീഷിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടക്കുന്നത്. യജ്ഞത്തിന്റെ ഭദ്രദീപ പ്രകാശനം മുൻ അധ്യാപിക അനിത വിയൽ നിർവഹിച്ചു. ആചാര്യവരണവും ഗ്രന്ഥസമർപ്പണവും തെക്കനാര്യാട് ശിവൻകുട്ടി ജോത്സ്യൻ നിർവഹിച്ചു. വലിയ കലവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നെത്തിയ വിഗ്രഹ ഘോഷയാത്ര ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടി. ഓഗസ്റ്റ് 11 യജ്ഞം സമാപിക്കും. 7 ദിവസവും എല്ലാവരുടെയും സാന്നിധ്യം ഉറപ്പിക്കുവാനും വിശാലമായി വന്നിരുന്ന് എല്ലാവിധ സൗകര്യങ്ങളും ഉപയോഗിച്ച് കൊണ്ടിരിക്കുവാനുള്ള സൗകര്യമാണ് ക്ഷേത്രത്തിൽ ഇണക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ഇവിടെ ശുദ്ധീകരണങ്ങളെല്ലാം പൗരേഷ്യാമിൻ്റെ നേതൃത്വത്തിലും കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. അതുമാത്രമല്ല, ഈ സപ്താഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ ആളാണ് ഈ സപ്താഹത്തിന് ചുമതല വഹിക്കുന്നത്. ശ്രീ മനോജ് അമ്പാടി കഴിഞ്ഞ വർഷമാണ് ക്ഷേത്രത്തിൻ്റെ സപ്താഹ യജ്ഞത്തിൽ ജോയിൻറ്റ് സെക്രട്ടറിയായി വർക്ക് ചെയ്യും. അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട ഒരു വലിയ എക്സ്പീരിയൻസ് ആണ് ഈ സപ്താഹ യജ്ഞത്തിന് വേണ്ടി മനോജ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് വളരെ വൃത്തിയായും ചെറിയ വിദൂരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒറ്റക്കൂട് നടന്നു അദ്ദേഹം ഒറ്റക്കൂട് നടന്നു. പക്ഷേ ഒരു കൂട്ടായി ഷാജിയടക്കമുള്ള കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരുടെ പേരുടെ പറയാൻ പറ്റുന്ന സർവ്വതടക്കമുള്ള എല്ലാവരും ചേർന്നുകൊണ്ട് വളരെ ചിട്ടയായ രീതിയിലാണ് ഇതുവരെ എത്തിച്ച് നിർത്തിയിരിക്കുന്നത്. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഇവിടെ സപ്താഹം നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടി ഇത് സംഘടിപ്പിച്ചിരിക്കുന്നു. ഇവിടെ എല്ലാവരും വരിക, എത്ര മഴയാണെങ്കിലും ഇവിടെ ഈ ഭാഗവത സപ്താഹം കേൾക്കുവാൻ വേണ്ടി